ഹായ് ഗൈസ്, കടമാടൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾക്കിന്ന് ഇവിടെ കപ്പയും കക്കയിറച്ചിയുമാണ് സ്പെഷ്യൽ. ഇതിനായിട്ട് നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പം കക്കയിറച്ചി ഞാൻ ഉദ്ദേശിച്ചത്ര വലുപ്പമുള്ളത് കിട്ടിയില്ല, എങ്കിലും ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കപ്പയും കക്കയിറച്ചിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മളത് കക്കയിറച്ചി കഴുകി ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഇത് നമുക്ക് വേകാനായി വെക്കാം. അത് വെന്ത് വരുന്ന നേരം നമുക്ക് കപ്പ കൊത്തി നുറുക്കിയെടുക്കാം. ശരിയാണ്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. അതിനി വെള്ളം ഊറ്റി മാറ്റി വെക്കണം. കഴുകി വെച്ചിരുന്ന കപ്പ ഇതേ കുക്കറിലേക്കാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് നമുക്കത് വേകാനായി വെക്കാം. കക്കയിറച്ചി ഊറ്റിയെടുത്തിട്ട് നമ്മൾ കപ്പ വേകാനായി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളത് ഇതിലേക്ക് ഒതുക്കി ചേർക്കുന്നതിന് ആവശ്യത്തിന് തേങ്ങ എടുത്ത് അതിലേക്ക് പെരിഞ്ചീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, പിന്നെ 2-3 കുരുമുളകും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. എരിവ് അനുസരിച്ചാവണം. ഈ മസാലക്കൂട്ട് അതിലേക്ക് ഇടുന്നത് ഒരു ടേസ്റ്റ് മസാല രുചിയാണ് ഇതിനുണ്ടാകുന്നത്. അപ്പോൾ പെരിഞ്ചീരകമാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തത് നമ്മൾ നല്ല രീതിയിൽ അത് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അടച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ടേക്ക് ചേർക്കുക. ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് ഈ അരപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന കക്കയിറച്ചി കൂടെ അതിൻ്റെ മേലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ആവി കൊടുക്കണം. അതിനുശേഷം അത് നമ്മൾ നല്ല രീതിയിൽ കുഴച്ച് എടുക്കുക. അതൊന്ന് നല്ല രീതിക്ക് കുഴച്ചെടുക്കണം. നല്ലവണ്ണം കുഴച്ച് മറിച്ചെടുത്താൽ എൻ്റെ ആവിയൊക്കെ റെഡിയായി വെന്ത് പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പയും കക്കയിറച്ചിയും കുഴച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്.